പാരസെറ്റമോൾ എന്ന് പറയുന്ന മരുന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പാരസെറ്റമോൾ എന്ന് പറയുന്നത് പൊതുവെ വേദന സംഹാരിയായിട്ടും അതുപോലെ തന്നെ അനാൽജസിക് എന്ന് പറയുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിൽ ഒരു 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിട്ട് താപനില ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പാരസെറ്റമോൾ എന്ന് പറയുന്ന മരുന്ന് നൽകാവുന്നതേ ഉള്ളൂ. പാരസെറ്റമോൾ എന്ന് പറയുന്ന കുട്ടികൾക്ക് 3 രീതിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലിക്വിഡ് ഫോമിലായിട്ടുള്ള, ഡ്രോപ്പ് ഫോം ആയിട്ടുള്ള പാരസെറ്റമോൾ അവൈലബിൾ ആണ്. 2 സിറപ്പ് ഫോമിൽ അവൈലബിൾ ആണ്. 3 ടാബ്ലറ്റ് ഫോമിൽ അവൈലബിൾ ആണ്. ഡ്രോപ്പ് ഫോമിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 100 mg ആണ്. ഒരു 15 ml ബോട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ ml 100 mg പാരസെറ്റമോളാണ് അടങ്ങിയിരിക്കുന്നത്. സിറപ്പ് ഫോം പറയുകയാണെന്നുണ്ടെങ്കിൽ 120 mgയുടെ ഉണ്ടാകും, 250 mgയുടെ ഉണ്ടാകും, 125 mgയുടെ ഉണ്ടാകും, 240 mgയുടേതും ഉണ്ടാകും. സിറപ്പ് എന്ന് പറയുന്നത് 60 ml ആയിട്ടുള്ള ബോട്ടിലാണ്. അതിൽ ഓരോ 5 ml 120 mg പാരസെറ്റമോൾ, അല്ലെങ്കിൽ 250 mg പാരസെറ്റമോൾ, അല്ലെങ്കിൽ 125 mg പാരസെറ്റമോൾ, അതുമല്ലാന്നുണ്ടെങ്കിൽ 240 mg പാരസെറ്റമോളാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഡ്രോപ്പിലാണ് കൂടുതൽ സ്ട്രെങ്ത് അടങ്ങിയിരിക്കുന്നത്. സിറപ്പിലാണെന്നുണ്ടെങ്കിൽ 5 ml ആണ് 120 mgയും 250 mgയും അടങ്ങിയിരിക്കുന്നത്. ഇനി ടാബ്ലറ്റ് ഫോമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 500 mg പാരസെറ്റമോളും അതുപോലെ തന്നെ 650 mg പാരസെറ്റമോളാണ് അടങ്ങിയിരിക്കുന്നത്. പാരസെറ്റമോൾ എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു മരുന്നല്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ പല്ലുവേദന വരാം, തലവേദന ഉണ്ടാകാം, ശരീരവേദന ഉണ്ടാകാം, ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ മാത്രം, ഡോക്ടർ പറയുന്ന ഡോസിൽ മാത്രം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു മരുന്നാണ് പാരസെറ്റമോൾ. വേദനയ്ക്കാണ് നിങ്ങളിപ്പോൾ പാരസെറ്റമോൾ കൊടുക്കുന്നതെങ്കിൽ അടുത്ത ഡോസ് കൊടുക്കണമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം കൺഫേം ചെയ്യുക. കുട്ടിക്ക് വേദന കുറവുണ്ടോ, കുഞ്ഞിന് വേദന കുറവുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആക്ട് ചെയ്യാനായിട്ട് 30 മുതൽ 60 മിനിറ്റ് വരെ സമയമെടുക്കും ഒരു ഡോസ് കൊടുത്ത് അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചിലർ ഒരു ഡോസ് കൊടുത്തതിന് ശേഷം 1 മണിക്കൂറായിട്ട് 60 മിനിറ്റ് വരെയാണ് സാധാരണയായിട്ട് സമയമെടുക്കുന്നത്. 1 മണിക്കൂറായിട്ടും യാതൊരുവിധ വ്യത്യാസം ഇല്ലാന്നുണ്ടെങ്കിൽ അവർ വീണ്ടും അടുത്ത ഡോസ് കൊടുക്കും. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. 24 hours 4 നേരത്തിൽ കൂടുതൽ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളതല്ല. 6 മുതൽ 8 മണിക്കൂറത്തെ ഗ്യാപ്പിൽ മാത്രമേ ഓരോ പാരസെറ്റമോൾ ഡോസ് കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങൾ 8 മണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത 1 മണിക്ക് കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞ് 4 മണിക്ക് കൊടുക്കുക, പിന്നെ 8 മണിക്ക് കൊടുക്കുക. 2 ദിവസം വരെ നിങ്ങൾ മാക്സിമം കൊടുക്കുക. അത് കഴിഞ്ഞിട്ടും ലക്ഷണങ്ങൾക്ക് യാതൊരുവിധ കുറവുമില്ല, വേദനകൾക്ക് മാറ്റമില്ല, പനിയുടെ ടെമ്പറേച്ചർ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിൻ്റെ സഹായം തേടുക തന്നെ വേണം. പനി വേദന സംഹാരിയായിട്ട് ഡോക്ടർ നിങ്ങൾക്ക് പാരസെറ്റമോൾ നിർദ്ദേശിച്ചോ, അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ജലദോഷം ഉണ്ടെന്ന് വെച്ചോ, നിങ്ങൾ പാരസെറ്റമോൾ അടങ്ങിയ ഒരു സിറപ്പ് 250യുടെയോ അല്ലെങ്കിൽ 120 mgയുടെ നിങ്ങൾ വാങ്ങിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ കോൾഡിൻ്റെ സെട്രിസിൻ അല്ലെങ്കിൽ ഫീനിലെപ്രിൻ പോലെയുള്ള ക്ലോർഫെൻട്രാമിൻ മാലേറ്റ് പോലുള്ള കോൾഡിൻ്റെ മെഡിസിൻസ് നിങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പാരസെറ്റമോളും കൂടെ അടങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് കൺഫേം ചെയ്യുക. അതിനുശേഷം മാത്രമേ കോൾഡിൻ്റെ സിറപ്പും കൂടെ വാങ്ങാൻ പാടുള്ളൂ. കാരണം കോൾഡിൻ്റെ ചില മരുന്നിൻ്റെ കൂടെ പാരസെറ്റമോൾ കോമ്പിനേഷൻ ആയിട്ടുള്ള മരുന്നുകളും സിറപ്പുകളും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ പാരസെറ്റമോൾ കൊടുക്കുന്നതിൻ്റെ ഒപ്പം കോൾഡിൻ്റെ മരുന്നും കൂടെ കൊടുക്കുമ്പോൾ അതിലും പാരസെറ്റമോൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നേരം തന്നെ ഡബിൾ ഡോസാണ് നിങ്ങൾ കൊടുക്കുന്നത്. അതായത് ആ കുഞ്ഞിന് വേണ്ട ഡോസിനെക്കാട്ടി കൂടുതലാണ് നിങ്ങൾ കൊടുക്കുന്നത്. അത് നിങ്ങൾ 4 നേരമായിട്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ ഓവർ ഡോസായിട്ട് വരികയും അത് പിന്നീട് ലിവറിനെ ബാധിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. എന്തിനും ഏതിനും പാരസെറ്റമോളിനെ ആശ്രയിക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തലാക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വയസ്സിനനുസരിച്ചല്ല പാരസെറ്റമോളിൻ്റെ ഡോസേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുടെ വെയ്റ്റിനനുസരിച്ചാണ് പാരസെറ്റമോൾ ഡോസ് ഡോക്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പൊതുവെ എല്ലാ ഡ്രോപ്പുകളിലും സിറപ്പുകളിലും പാരസെറ്റമോൾ എത്ര ml വരെ കൊടുക്കണമെന്നും ഇത്ര വെയിറ്റ് ഉള്ളവർക്ക് ഇത്ര ml കൊടുക്കണമെന്ന് അതിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. പാരസെറ്റമോൾ ഡ്രോപ്പ് വാങ്ങുന്നവരും സിറപ്പ് വാങ്ങുന്നവരും ലേബലിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡോസ് കാൽക്കുലേറ്റ് ചെയ്ത് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സിറപ്പിനെക്കാട്ടി സ്ട്രെങ്ത് കൂടുതലാണ് പാരസെറ്റമോൾ അടങ്ങിയിരിക്കുന്ന ഡ്രോപ്പിലുള്ളത്. ഈ ഇടയ്ക്കൊരു വാർത്തയിലുണ്ടായിരുന്നു, സിറപ്പിന് പകരം പാരസെറ്റമോൾ ഡ്രോപ്പ് കൊടുത്ത് കുഞ്ഞിന് ഓവർ ഡോസായിട്ട് പ്രശ്നമായി എന്നുള്ളത്. ഡ്രോപ്പിൽ അടങ്ങിയിരിക്കുന്നത് 1 ml 100 mg പാരസെറ്റമോളാണ്. എന്നാൽ സിറപ്പിൽ അടങ്ങിയിരിക്കുന്നത് ഓരോ 5 ml 120 mg അല്ലെങ്കിൽ 250 mg ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിറപ്പിനെ കാൽക്കുലേറ്റ് ചെയ്ത ml നിങ്ങൾ ഡ്രോപ്പ് കൊടുക്കുമ്പോൾ അത് ഓവർ ഡോസായിട്ടാണ്
കുഞ്ഞുങ്ങൾക്ക് ബാധിക്കുന്നത്. പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ആണെങ്കിലും സിറപ്പ് ആണെങ്കിലും ഡ്രോപ്പ് ആണെങ്കിലും ഡോക്ടർ നിർദ്ദേശിച്ച ഡോസിൽ തന്നെ നിർദ്ദേശിച്ച സമയത്ത് തന്നെ കൃത്യമായ അളവിലും കൃത്യമായ സമയത്ത് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പ്രവർത്തനം തന്നെ ലഭിക്കുക തന്നെ ചെയ്യും. അല്ലാത്ത പക്ഷം നിങ്ങൾ വീണ്ടും വീണ്ടും കൊടുക്കുന്നതിനനുസരിച്ച് അത് കരളിനെ സാരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. പാരസെറ്റമോൾ സിറപ്പ് ആണെങ്കിലും ഡ്രോപ്പ് ആണെങ്കിലും ടാബ്ലറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് മരുന്നുകളാണെങ്കിലും കുട്ടികൾ കാണാത്തടത്തും അവർക്ക് എത്തിപ്പിടിച്ചെടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ വേണം നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഛർദിൽ തോന്നുക, ക്ഷീണം തോന്നുക, എപ്പോഴും ഉറങ്ങണമെന്ന് തോന്നുക, ചർമ്മത്തിലും കണ്ണിലും മഞ്ഞ നിറമുണ്ടാകുക, വിശപ്പില്ലായ്മ, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ഡോക്ടറിന്റെ സഹായം തേടി കരളിന്റെ ആരോഗ്യം ഉറപ്പുവരുത്തേണ്ടതാണ്. നിങ്ങൾ ഒരു ഡോക്ടർ നിർദ്ദേശിച്ച് പാരസെറ്റമോൾ ഡ്രോപ്പോ സിറപ്പോ അല്ലെങ്കിൽ ടാബ്ലറ്റോ ഡോക്ടർ എഴുതിയത് പ്രകാരം നിങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഡോസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ സംശയത്തിൽ ഒരിക്കലും മരുന്ന് നിങ്ങൾ കുട്ടികൾക്ക് നൽകരുത്. പകരം നിങ്ങളുടെ അടുത്തുള്ള ഫാർമസിസ്റ്റിന്റെ സഹായമോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ഡോക്ടറിന്റെ നമ്പർ വിളിച്ച് സഹായം തേടുകയോ ചെയ്യേണ്ടതാണ്. 3 മാസം വരെയുള്ള കുട്ടികൾക്ക് ഡ്രോപ്പ് കൊടുക്കുന്നതിനും മരുന്ന് കൊടുക്കുന്നതിനും നിർബന്ധമായിട്ട് ഒരു പീഡിയാട്രീഷ്യൻ്റെ സഹായം തേടുക തന്നെ വേണം. പനി എന്ന് പറയുന്നത് ഒരു അണുബാധ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു പ്രതികരണമാണ് പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പനി ഒരു പരിധി വിട്ട് താപനില നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാരസെറ്റമോൾ കഴിക്കാവുന്നതേ ഉള്ളൂ. പല്ലുവേദനയോ അല്ലെങ്കിൽ തലവേദനയോ അസഹ്യമായിട്ട് നിങ്ങളൊരു എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പാരസെറ്റമോൾ കൃത്യമായ ഡോസിൽ എടുക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ പാരസെറ്റമോൾ കഴിച്ചിട്ടും നിങ്ങളുടെ ലക്ഷണങ്ങൾക്കും നിങ്ങളുടെ അസ്വസ്ഥതകൾക്കും മാറ്റം ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറിൻ്റെ സഹായം തേടുക. സിറപ്പുകളിൽ ഏറ്റവും കുറഞ്ഞ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 120 mg/5 ml ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 mg/5 ml ആണ്. ഇത് 60 ml സിറപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വാക്സിനേഷൻ എടുക്കുന്ന സമയത്തോ അതിന് മുമ്പോ ചിലവർ പാരസെറ്റമോൾ എടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശത്താലല്ലാതെ നിങ്ങൾ പാരസെറ്റമോൾ വാക്സിനേഷന് മുമ്പോ അല്ലെങ്കിൽ വാക്സിനേഷന് ശേഷം എടുക്കരുത്. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാക്സിനേഷൻ്റെ ഫലപ്രാപ്തിക്ക് അത് സാരമായി ബാധിക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫാർമസികളിൽ നിന്ന് മരുന്ന് വാങ്ങുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ട്രെങ്ത്തിലും കൃത്യമായിട്ടുള്ള ml-ലാണോ നിങ്ങൾക്ക് സിറപ്പ് കിട്ടിയിരിക്കുന്നതെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഫാർമസിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട്. പാരസെറ്റമോൾ എന്ന് പറയുന്നത് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു മരുന്നാണ്. അതൊരു സ്ഥിരമായിട്ടുള്ളൊരു ഉപയോഗിക്കേണ്ട ഒരു മരുന്നല്ല. വേദന കുറയ്ക്കുവാനും ടെമ്പറേച്ചർ കുറയ്ക്കുവാനും ഡോക്ടറിൻ്റെ നിർദ്ദേശത്തിൽ ഡോക്ടർ പറഞ്ഞ ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.